അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 50-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മദീനൻ കാലഘട്ടത്തിൻ്റെ ആരംഭത്തെ സംബന്ധിച്ചാണ്. റസൂലുള്ളാഹി ഹിജറ ചെയ്തെത്തിയ ഉടനെ തന്നെ ആദ്യത്തിൽ അവിടെ പള്ളി നിർമ്മിച്ചു. അതേപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ സാഹോദര്യ ബന്ധം ആഹ ചേർത്തു. അതിനുശേഷം അവിടെ നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ബാങ്കിൻ്റെ ഉത്ഭവം, അതെല്ലാം കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ വിശദീകരിച്ചു. മുസ്ലിങ്ങൾക്കിടയിൽ ഒരു സാഹോദര്യ ബന്ധമുണ്ടാക്കി. മുസ്ലിങ്ങൾ മാത്രമല്ല മദീനയിലുള്ളത്. മുസ്ലിങ്ങളുടെ ആഗമനത്തിന് മുമ്പ് തന്നെ മദീനയിലെ പ്രഥമ നിവാസികൾ, കാലങ്ങളായിട്ട് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജൂതന്മാരായിട്ടുള്ള ആളുകൾ മദീനയിലുണ്ട്. അതേപോലെ തന്നെ ബഹുദൈവ വിശ്വാസികളായിട്ടുള്ള ആളുകളും തുടക്കത്തിൽ അവിടെ മദീനയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മദീനയിലുള്ള ഈ നിരവധി ഇത്തരത്തിലുള്ള വ്യത്യസ്ത വിഭാഗങ്ങൾ, അവിടെയുള്ള എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊള്ളുന്ന രൂപത്തിൽ അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും സമ്പൂർണ്ണമായിട്ടുള്ള മതസ്വാതന്ത്ര്യവും അതേപോലെ തന്നെ സാമ്പത്തിക അധികാരവും എല്ലാ അർത്ഥത്തിലും വകവെച്ച് നൽകുന്ന രൂപത്തിലുള്ള ഒരു കരാറിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രൂപകൽപ്പന നൽകുകയാണ്. അതാണ് ചരിത്രത്തിൽ മദീനൻ ചാർട്ടർ, അതായത് വസീഖത്തുൽ മദീന അല്ലെങ്കിൽ സ്വഹീഫത്തുൽ മദീന എന്നുള്ള പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. നിരവധി പേരുകൾ: വസീഖ അല്ലെങ്കിൽ സ്വഹീഫ, ദസ്തൂർ. ദസാത്തീർ എന്ന് വെച്ചാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഭരണഘടന, അതല്ലെങ്കിൽ അൽ കിതാബ്, ഗ്രന്ഥം എന്നുള്ള നിരവധി പേരുകളിലായിട്ട് റസൂലുള്ളാഹി നിർമ്മിച്ച ഭരണഘടന ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട സീറ ഗ്രന്ഥങ്ങളിലെല്ലാം അത് പരാമർശിച്ചതായിട്ട് കാണാൻ സാധിക്കും. സീറത്ത് ഇബ്നു ഇസ്ഹാഖിലും അതേപോലെ തന്നെ സീറത്ത് ഇബ്നു ഹിശാമിലും അതേപോലെ തന്നെ ഹാഫിദ് ഇബ്നു കസീർ റഹിമഹുള്ളയും ഇമാം ബൈഹഖിയെല്ലാം ആ ഭരണഘടന ഉദ്ധരിച്ചതായിട്ട് കാണാൻ സാധിക്കും. നേർക്കുനേരെ അല്ലെങ്കിലും പരോക്ഷമായിട്ട് അതിൻ്റെ ആ കരാറിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിലും പരോക്ഷമായിട്ട് കരാറിനെ സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ കടന്നു വരുന്ന ഹദീസിൽ വായിക്കാൻ സാധിക്കും: കതബ കിതാബൻ ബൈനൽ മുഹാജിരീന വൽ അൻസാർ. മുഹാജിറുകൾക്കും അൻസാറുകൾക്കും ഇടയിൽ കതബ കിതാബൻ, ഒരു കിതാബ് രചിക്കപ്പെട്ടു എന്നുള്ളത് അവിടെ പരോക്ഷമായിട്ട് പരാമർശിക്കുന്നത് ആ കരാറിനെ സംബന്ധിച്ചാണ്. അതേപോലെ തന്നെ അതിൻ്റെ ആധികാരികതയെ സംബന്ധിച്ചുള്ള സുദീർഘമായിട്ടുള്ള ചർച്ചകളുണ്ട്. അതിലേക്ക് നമ്മൾ കടന്നു പോകുന്നില്ല. യഥാർത്ഥത്തിൽ സീറ പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് ആ കരാറിൻ്റെ ഭാഷയും അതേപോലെ തന്നെ അതിൻ്റെ ശൈലി, അതിൻ്റെ ഉള്ളടക്കം തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആധികാരികത വിളിച്ചോന്നുണ്ട് എന്നുള്ളതാണ്. ആ കാലഘട്ടത്ത് എവിടെയും ഇല്ലാത്ത രൂപത്തിൽ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ആ ശൈലിയും ഭാഷയും എല്ലാം ഉപയോഗിച്ച് അത്രയും മനോഹരമായിട്ടുള്ള ഒരു കരാറ്, അത് തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആധികാരികത വിളിച്ചോന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ കരാറിലേക്ക് അത് മുഴുവനായിട്ട് നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കാരണം ആ കരാറ്, അവിടെ രചിക്കപ്പെട്ട ആ കരാറ് വളരെ ദൈർഘ്യമേറിയതാണ്. ഏകദേശം 52ഓളം ഖണ്ഡികകൾ, ക്ലോസുകൾ ആ കരാറിനകത്ത് വരുന്നുണ്ട്. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 47 ഖണ്ഡികകൾ, ക്ലോസുകളും 5ഓളം ഉപഖണ്ഡികകൾ, സബ് ക്ലോസുകളും അടക്കം 52 ഖണ്ഡികകൾ ആ കരാറിനകത്ത് വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് കടന്നു വരുന്ന, പ്രധാനമായിട്ട് 3 കക്ഷികളുമായിട്ട് ബന്ധപ്പെട്ടതാണ് കരാറ്. അതിൽ പരാമർശിക്കുന്ന 3 കക്ഷികൾ, ഒന്നാമതായിട്ട് മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിരവധി നിയമങ്ങളാണ്. മുസ്ലിങ്ങളെന്ന് വെച്ചാൽ മുഹാജിറുകളും അൻസാറുകളുമായിട്ട് അവരുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ക്ലോസുകൾ. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് ജൂതന്മാരുമായിട്ട് ബന്ധപ്പെട്ട നിരവധി നിയമങ്ങൾ, അവരുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ക്ലോസുകൾ. മൂന്നാമതായിട്ട് ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ. അതായത് മനസ്സിലാക്കി വെക്കുക, റസൂലുള്ളാഹി ഹിജറ ചെയ്ത് എത്തിയ ഉടനെ തന്നെ ആരംഭകാലത്ത് നിരവധി മുശ്രിക്കുകളായിട്ടുള്ള ആളുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ ബദർ യുദ്ധത്തിന് ശേഷമാണ് അവർക്ക് നിൽക്കക്കള്ളിയില്ലെന്ന് മനസ്സിലാക്കിയ സന്ദർഭത്തിൽ അവർ ഇസ്ലാം സ്വീകരിച്ചു. അതായത് പുറം കൊണ്ട് ഇസ്ലാം സ്വീകരിച്ച് അകത്ത് യഥാർത്ഥത്തിൽ അവർ ഇസ്ലാം ആയിരുന്നില്ല. അതായത് മുനാഫിഖുകൾ എന്നുള്ളൊരു പുതിയ വിഭാഗം അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അപ്പം അവരുമായിട്ട് ബന്ധപ്പെട്ട നിരവധി ക്ലോസുകൾ. നാലാമതായിട്ട് ജനറലായിട്ട്, അതായത് ഈ 3 വിഭാഗത്തെയും ഒരുപോലെ ബാധിക്കുന്നതായിട്ടുള്ള നിരവധി പരാമർശങ്ങളും ആ കരാറിനകത്ത് കാണാൻ സാധിക്കും. ആ കരാർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ മുസ്ലിങ്ങൾ ജൂതര് എന്ന് മാത്രം പറയാതെ ഓരോ ഗോത്രത്തിൻ്റെ, അവരുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ഗോത്രത്തിൻ്റെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ആ കരാർ രചിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുക. 40ഓളം ഗോത്രങ്ങൾ അല്ലെങ്കിൽ സഖ്യഗോത്രങ്ങളുടെ പേര്
ആ പേരെടുത്തുകൊണ്ട് ആ കരാറിൽ പരാമർശിക്കുന്നുണ്ട്. അതായത് അറിഞ്ഞിരിക്കേണ്ടത്, ഇപ്പോൾ മുസ്ലിങ്ങളുടെ ഔസും ഖസ്റജ് എന്നുള്ളത് 2 ഗോത്രങ്ങളാണ്. ആ 2 ഗോത്രങ്ങൾ അത് മുഖ്യ ഗോത്രമാണ്. പക്ഷേ അവർക്ക് ഓരോന്നിനും നിരവധി സബ് ട്രൈബുകൾ, അതായത് സഖ്യഗോത്രങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, അതിന് നിരവധി സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ മെയിൻ ഗോത്രങ്ങൾക്കും നിരവധി ബ്രാഞ്ചുകൾ, നിരവധി സഖ്യഗോത്രങ്ങളുണ്ട്. അത് പലതും നമ്മൾ പേര് പോലും കേൾക്കാത്തതായിട്ട് നിരവധി സഖ്യഗോത്രങ്ങളുടെ പേര് കരാറിനകത്ത് കാണാൻ സാധിക്കും. ഔസും ഖസ്റജും തന്നെ 20-ലധികം സഖ്യഗോത്രങ്ങൾ, ബനു ഹാരിസ, ബനു സായിദ, ബനു നജ്ജാർ, ബനു അംർ ബിൻ ഔഫ്, ഇതേ രൂപത്തിലുള്ള നിരവധി ഗോത്രങ്ങൾ, ജൂതരുമായിട്ട് ബന്ധപ്പെട്ട സഖ്യഗോത്രങ്ങളും പേരെടുത്ത് കരാറിനകത്ത് പരാമർശിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് ചുരുക്കത്തിൽ എല്ലാ വിഭാഗത്തെയും ഒരുപോലെ ഉൾക്കൊള്ളുന്ന രൂപത്തിലാണ് കരാർ രചിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുക. മൊത്തം 52 ഖണ്ഡികകളിൽ 25 ക്ലോസുകൾ മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കി 27 ഇതര വിഭാഗങ്ങൾ, അതായത് ജൂതന്മാരും ബഹുദൈവാരാധകരുമായിട്ട് ബന്ധപ്പെട്ട ക്ലോസുകളാണ് ബാക്കി 27. ആ രൂപത്തിലാണ് ആ കരാറ്, അതിൻ്റെ ഒരു ഓവർവ്യൂ, അതായത് ആ രൂപത്തിലാണ് ആ കരാർ ഇരിക്കുന്നത്. ഇനി നമ്മൾ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. ആ ഒരു കരാർ, ആ ഒരു ചാർട്ടർ ആരംഭിക്കുന്നത് ആരംഭത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അതായത് ദൈവദൂതനായിട്ടുള്ള മുഹമ്മദിനും സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും റസൂലുള്ളാഹിനോടൊപ്പം മക്കയിൽ നിന്നെത്തിയ മുഹാജിറുകൾക്കും യഥ്രിബിലുള്ള അൻസാറുകൾക്കും അവരുടെ സഖ്യഗോത്രങ്ങൾക്കും അതേപോലെ തന്നെ അവരോടൊപ്പം ജീവിക്കുന്ന ഇതര വിഭാഗക്കാർ, അതായത് ജൂതന്മാരും ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾക്കെല്ലാം ഒരുപോലെ ബാധകമായിട്ടുള്ള അടിസ്ഥാന പ്രമാണമാണ് ഈ ഒരു കരാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കരാർ ആരംഭിക്കുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, യഥ്രിബ് എന്നാണ് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുക. അത് തന്നെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആധികാരികതക്കുള്ളൊരു തെളിവാണ്. അപ്പോൾ യഥ്രിബ്, കാരണം ആ യഥ്രിബ് മദീനയാകുന്നേ ഉള്ളൂ. തുടക്കത്തിലാണ് ഈ കരാർ രചിക്കുന്നത്. അത് മാത്രമല്ല, മുസ്ലിങ്ങൾ മാത്രമല്ല അതിലുള്ളത്, അതിൽ മറ്റുള്ള ഇതര വിഭാഗക്കാരെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഏറ്റവും അനുയോജ്യം ആ യഥ്രിബ് എന്നുള്ള പദം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ യഥ്രിബ് എന്നാണ് ആ ഒരു കരാറിൽ ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുക. അതിനുശേഷം അതിൽ കടന്നു വരുന്ന ആദ്യത്തെ ക്ലോസ്, മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിങ്ങൾ ഒരു ഉമ്മത്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ അപ്പുറത്ത് ജൂതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ സന്ദർഭത്തിലും ജൂതന്മാരായിട്ടുള്ള ആളുകൾ ഉമ്മത്തൻ മഅൽ മുഅ്മിനീൻ, അവർ മുസ്ലിങ്ങളോടൊപ്പമുള്ള ഒരു ഉമ്മത്താണ് ജൂതന്മാർ. ആ രൂപത്തിലാണ് കരാറിൽ എഴുതപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുക. ആ ജൂതന്മാരായിട്ടുള്ള ആളുകൾ പുറത്തുള്ള ആളുകളല്ല, അവർ മുസ്ലിങ്ങളോടൊപ്പം ജീവിക്കുന്ന മറ്റൊരു ഉമ്മത്താണ്. ഇപ്പോൾ ഉമ്മത്ത് എന്നുള്ള ആ ഒരു പദത്തിനർത്ഥം പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. ആ പദത്തിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് സൂറത്തുൽ അംബിയാഇന്റെ 92-ാമത്തെ വചനത്തിൽ ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തൻ വാഹിദ് വ അന റബ്ബുക്കും ഫഅ്ബുദൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, നിങ്ങൾ ഏക ഉമ്മത്താണ്, നിങ്ങളുടെ രക്ഷിതാവ് ഞാനാണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക. അതേപോലെ തന്നെ സൂറത്ത് ആലിമ്രാനിലും അല്ലാഹു സുബ്ഹാനഹു വ തആല കുൻതും ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, നിങ്ങൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉമ്മത്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയും പറയുന്നുണ്ട്. ഉമ്മത്ത് എന്നുള്ള ആ ഒരു പദത്തിനർത്ഥം സമൂഹം, അല്ലെങ്കിൽ ഖൗമ്, അല്ലെങ്കിൽ ജമാഅ, ഒരു കൂട്ടം ആളുകൾ. ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുമ്പോൾ അതൊരു വലിയ കൂട്ടാകണമെന്നില്ല, ഒരു ചെറിയ കൂട്ടത്തെ സംബന്ധിച്ചും ഉമ്മത്ത് എന്നുള്ള പദം ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പരിശുദ്ധ ഖുർആൻ എന്ന് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം പറഞ്ഞ സന്ദർഭത്തിൽ സൂറത്തുൽ ഖസസിന്റെ 23-ാമത്തെ വചനത്തിൽ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ട മദിയൻ താഴ്വരയിലെത്തിയ സന്ദർഭത്തിൽ ഒരു കൂട്ടം ആളുകൾ ആ കിണറിനടുത്ത് നിന്നുകൊണ്ട് അവർ വെള്ളം കോരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രംഗം ചിത്രീകരിക്കുന്നത് സൂറത്തുൽ ഖസസിന്റെ 23-ാമത്തെ വചനത്തിൽ വജദ അലൈഹി ഉമ്മത്തൻ മിനന്നാസ്, ഒരു കൂട്ടം ആളുകൾ. അവിടെ ഉമ്മത്തൻ എന്നുള്ള പദമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കുക. അത് മനുഷ്യരുടെ കാര്യത്തിൽ മാത്രമല്ല, മനുഷ്യരെ പോലെ തന്നെ ഭൂമിയിൽ ജീവിക്കുന്ന ഇതര പക്ഷികളും അതേപോലെ തന്നെ ഇതര ജീവജാലങ്ങൾ, നിരവധി സ്പീഷീസുകൾ ഭൂമി നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പദം വെച്ചുകൊണ്ട് സൂറത്തുൽ അൻആമിന്റെ 38-ാമത്തെ വചനത്തിൽ ഇല്ലാ ഉമമുൻ അംസാലുക്കും, ഉമം എന്നുള്ള പദം ആ ജീവി വർഗത്തെ സംബന്ധിച്ചും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഒരു സമൂഹം അല്ലെങ്കിൽ ഒരു കൂട്ടം എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഉമ്മത്ത് എന്നുള്ള പദത്തിൻ്റെ റൂട്ട് വേർഡ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അമ്മ എന്നുള്ള പദത്തിൽ നിന്നാണ് ഉമ്മത്ത് എന്നുള്ള പദം ഉത്ഭവിക്കുന്നത്. അമ്മ എന്ന് വെച്ചാൽ ഭാഷയിൽ പ്രയത്നിക്കുക, കസ്വത എന്നുള്ള ആ ഒരു അർത്ഥമാണ്. അതായത് ഒരു കാര്യത്തിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ ഒരേ ലക്ഷ്യത്തിൽ ഒരേ ദിശയിൽ പ്രയത്നിക്കുക അല്ലെങ്കിൽ പ്രവർത്തിക്കുക, അതാണ് ആ ഒരു പദത്തിനർത്ഥം. ഒരേ ലക്ഷ്യത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഒരേ ദിശയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക.
അപ്പം ആ ഒരു അർത്ഥത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മാഇദയിൽ 2-ാമത്തെ വചനത്തിൽ ആമീനൽ ബൈത്തുൽ ഹറാം അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിക്കുന്നുണ്ട്. അത് ആ ഒരു അർത്ഥത്തിലാണ്. ഒരേ ദിശയിൽ ഒരു കൂട്ടം ആളുകൾ ഒരേ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ആ റൂട്ട് വേർഡിൽ കടന്നു വരുന്ന പദങ്ങൾക്കെല്ലാം അതേ അർത്ഥമാണ്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഇമാം എന്നുള്ള പദം, ഇമാമിനെ മറ്റുള്ള ആളുകളെല്ലാം ഒരേ രൂപത്തിൽ അനുധാവനം ചെയ്യണം, അല്ലെങ്കിൽ ഫോളോ ചെയ്യുകയാണ്. അതാണ് ഇമാം. അതേപോലെ തന്നെ എന്നുള്ള പദം, മാതാവ് എന്നുള്ള പദവും സമാനമായിട്ടുള്ള അർത്ഥമാണ്. ലോകത്തുള്ള എല്ലാ കുട്ടികളുടെയും ശ്രദ്ധാകേന്ദ്രം അവരെല്ലാം ഒരേ രൂപത്തിൽ ഫോളോ ചെയ്യുന്നത് അവരുടെ മാതാവിനെയാണ്. ഇപ്പം ഇവിടെ മുസ്ലിങ്ങൾ ഒരു ഉമ്മത്താണെന്ന് ഈ ഒരു കരാറിൽ അല്ലെങ്കിൽ ഈ ഒരു ചാർട്ടറിൽ ആദ്യമായിട്ട് പറയുന്നത് മുസ്ലിങ്ങൾ ഒരു ഉമ്മത്താണ്. ഒരു ഉമ്മത്താണെന്ന് പറയുന്ന സന്ദർഭത്തിൽ മുസ്ലിങ്ങൾ ഒരു സമൂഹമാണ്. അവർ ആ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി ഒരേ ദിശയിൽ പ്രവർത്തിക്കുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അതല്ലെങ്കിൽ ആ സ്വർഗമാകുന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരേ രൂപത്തിൽ ഈ ഉമ്മത്തിലുള്ള ആളുകളെല്ലാം ഒരേ രൂപത്തിൽ പ്രവർത്തിക്കുന്നവരാണ്. ജൂതന്മാരായിട്ടുള്ള ആളുകളും അവരുടെ മതം അനുസരിച്ചുകൊണ്ട് അവർ പ്രവർത്തിക്കുകയാണ്. അത് കരാറുമായിട്ട് ബന്ധപ്പെട്ട് വെക്കുന്ന സന്ദർഭത്തിൽ മദീനയാകുന്ന ആ ഒരു രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഈ ഇരു വിഭാഗവും ഒരേ രൂപത്തിൽ പ്രയത്നിക്കുന്നവരായിരിക്കും. ഉമ്മത്തൻ മഅൽ മുഅ്മിനീൻ. ഇപ്പോൾ മുസ്ലിങ്ങളോടൊപ്പമുള്ള ഈ വിഭാഗമാണ് ജൂതന്മാർ. അവർക്ക് അവരുടേതായിട്ടുള്ള മതവും മതനിയമങ്ങളുണ്ട്. ആ മതനിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനും അതനുഷ്ഠിക്കാനുമുള്ള സമ്പൂർണമായിട്ടുള്ള സ്വാതന്ത്ര്യം ആ ഒരു ചാർട്ടർ അവർക്ക് വകവെച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് അടുത്ത ക്ലോസ് ആയിട്ട് കടന്നു വരുന്നത്. മതസ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കറിയാം, നമ്മുടെ മതം ഒരാളെയും അടിച്ചേൽപ്പിക്കുന്ന അല്ലെങ്കിൽ നിർബന്ധിക്കുന്നില്ല എന്നുള്ള. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയുടെ 256-ാമത്തെ വചനത്തിൽ ലാ ഇക്റാഹ ഫിദ്ദീൻ, ഈ മതത്തിൽ യാതൊരു നിർബന്ധവുമില്ല. ഈ ഒരു ആയത്ത് കടന്നു വരുന്ന ആ ഒരു സ്ഥലം പോലും ശ്രദ്ധേയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും ശ്രേഷ്ഠ വചനമായിട്ട് കടന്നു വരുന്ന ആയത്തുൽ കുർസി. ആ ആയത്തുൽ കുർസി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്വം മനോഹരമായിട്ട് വിളംബരം ചെയ്യുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ ആരാധ്യനില്ലെന്ന് സമർത്ഥിക്കുന്ന ആ ഒരു ആയത്തിന് ശേഷമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ തന്നെ പറയുന്നത് ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ യാതൊരു ബലാത്കാരവും ഇല്ല, യാതൊരു നിർബന്ധവും. സത്യവും അസത്യവും വളരെ കൃത്യമായിട്ട് വേർതിരിഞ്ഞ് കിടക്കുകയാണ്. അത് വേണ്ട ആളുകൾക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം മക്കീ സൂറത്തുകളിലും സൂറത്തുൽ കാഫിറൂനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ, അതായത് വളരെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരർത്ഥത്തിലും അത് ഫോഴ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഇത്തരത്തിലുള്ള ആ പരിശുദ്ധ ഖുർആന്റെ വചനങ്ങളെല്ലാം എല്ലാ അർത്ഥത്തിലും അന്വർത്ഥമാക്കുന്ന രൂപത്തിലാണ് ആ കരാർ എഴുതപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുക. അതിൽ കടന്നു വരുന്ന അടുത്ത ക്ലോസ് ലിൽ യഹൂദി ദീനഹും വലിൽ മുസ്ലിമീന ദീനഹും, ജൂതന്മാരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അവരുടെ മതം, മുസ്ലിങ്ങൾക്ക് അവരുടെ മതം. ആ മതമനുസരിച്ച് ജീവിക്കാനും ആ മതചര്യകൾ അനുഷ്ഠിക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ഒരു കരാർ മുഖേന എല്ലാ വിഭാഗക്കാർക്കും നൽകപ്പെടും. അതാണ് എഴുതപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുക. അതേപോലെ തന്നെ അതിൽ കടന്നു വരുന്ന മറ്റൊരു ക്ലോസ് എന്താണെന്ന് വെച്ചാൽ, കാര്യങ്ങൾ ആ രൂപത്തിലാണെങ്കിലും ഇനി ഏതെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു ജൂതൻ അവന് മുസ്ലിം ആവുകയാണെങ്കിൽ അവനെ സംരക്ഷിക്കപ്പെടും, അവനെ ഒരാളും ഉപദ്രവിക്കാൻ പാടില്ല. അതായത് സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ജൂതൻ മുസ്ലിം ആവുകയാണെങ്കിൽ അവനെ എല്ലാ അർത്ഥത്തിലും സംരക്ഷിക്കപ്പെടും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ചിന്തിച്ചു നോക്കുക. അതായത് എല്ലാ ആളുകളെയും അവിടെ മതമനുസരിച്ചു കൊണ്ടാണ് വ്യത്യസ്ത വിഭാഗക്കാരെ മുഴുവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോണ്ട് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ആധുനിക ലോകത്ത് നമുക്കറിയാം നേഷൻ സ്റ്റേറ്റുകളാണ്. അതായത് രാജ്യത്തിൻ്റെ പേരിലാണ് ആളുകളെ വേർതിരിക്കുന്നത്. ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, അമേരിക്കക്കാരായിട്ടുള്ള ആളുകൾ, അതെല്ലാം അതായത് ഒരു പ്രത്യേക ബൗണ്ടറിക്കകത്ത് ആ ഭൂപ്രദേശത്തിനകത്ത് ജീവിക്കുന്ന ആളുകളെല്ലാം കൂട്ടിക്കെട്ടുകയാണ്. അവരെ മുഴുവൻ ബന്ധിപ്പിക്കുന്ന ഏക പോയിന്റ് എന്ന് വെച്ചാൽ, ഏക പോയിന്റ് അവർ മുഴുവനും ഈ ഒരു ബൗണ്ടറിക്കകത്ത് ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അതല്ലാതെ ഒരുപക്ഷെ അവരുടെ ഭാഷ വ്യത്യസ്തമാകും, അവരുടെ മതം വ്യത്യസ്തമാകും, അതേപോലെ തന്നെ അവരുടെ കൾച്ചർ, അതേപോലെ തന്നെ വസ്ത്രരീതി, ഭക്ഷണം, അതെല്ലാം വ്യത്യസ്തമാകും. ഏക ആയിട്ട് അവരെ മുഴുവൻ ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു പോയിന്റ് അവർ ഈ ഒരു ബൗണ്ടറിക്കകത്ത് ജീവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ മതത്തിൻ്റെ പേരിൽ കോർത്തിണക്കുന്ന സന്ദർഭത്തിൽ അവരെ മുഴുവൻ കൂട്ടി യോജിപ്പിക്കുന്ന പോയിന്റുകൾ നിരവധിയാണ്. അപ്പം നമുക്കറിയാം അവർ മുഴുവൻ ഒരേ ആദർശം വിശ്വസിക്കുന്ന ആളുകളാണ്,
ഒരേ മൂല്യങ്ങൾ പിൻപറ്റുന്ന ആളുകളാണ്. ഒരേ രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കുന്ന, അല്ലെങ്കിൽ ഒരേ കലണ്ടർ. ഇപ്പോൾ നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കലണ്ടർ ഉണ്ട്. ഒരേ കലണ്ടർ ഫോളോ ചെയ്യുന്ന ആളുകൾ, ഒരേ ഡയറക്ഷനിൽ, അതായത് ഒരേ ഖിബല ഫോളോ ചെയ്യുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഒരേ ഭാഷ. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അറബി ഭാഷയുണ്ട്. അപ്പം ആ ഒരു ഗണത്തിൽ വരുന്ന, അതായത് അതിൽ വരുന്ന ആളുകളെ ബന്ധിപ്പിക്കുന്ന പോയിന്റുകൾ നിരവധിയാണ്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ബന്ധിപ്പിക്കുന്ന സന്ദർഭത്തിൽ ആ ബോണ്ട് വളരെ ശക്തമായിരിക്കും എന്നുള്ള സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ ഒരു ഉമ്മത്തെന്ന് പറയുന്ന സന്ദർഭത്തിൽ ആ ഉമ്മത്ത് എന്നുള്ളത് അതായത് ആ ബാനറിനകത്ത് വരുന്ന ആളുകൾ മുഴുവൻ തുല്യരാണ്. പിന്നീട് അവിടെ ആ കുടുംബ മഹിമക്കോ അല്ലെങ്കിൽ വർണ്ണത്തിനോ അല്ലെങ്കിൽ ജാതിക്കോ അതിനൊന്നും യാതൊരു സ്ഥാനമില്ല എന്നാണ്. അതായത് ഇസ്ലാമിൻ്റെ ആ ബാനറിലേക്ക് വരുന്നതോടുകൂടെ പിന്നീട് അബൂബക്കറും അടിമയായിട്ടുള്ള ബിലാലും എല്ലാം തുല്യരാവുകയാണ്. അവർക്കിടയിലുള്ള ഏക വ്യത്യാസം, ആ സ്ഥാന വ്യത്യാസം, അത് തഖ്വയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. ആ തഖ്വ എന്നുള്ളത് പുറമേക്ക് അളക്കാൻ കഴിയുന്ന ഒരു സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ്. പുറമേക്ക് എല്ലാ ആളുകളും തുല്യരാണ് എന്നുള്ള സുബ്ഹാനല്ലാഹ്. ഈ ഒരു അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കരാർ രചിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തിൽ അവർ മുഴുവൻ ഒരു ഉമ്മത്താണ്. അതിനുശേഷം സമ്പൂർണ്ണമായിട്ടുള്ള മതസ്വാതന്ത്ര്യം, മതമനുഷ്ഠിക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം മുഴുവൻ ആളുകൾക്കും വകവെച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അടുത്തായിട്ട് കടന്നു വരുന്ന ക്ലോസ് സാമ്പത്തിക രംഗമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ സാമ്പത്തിക രംഗത്ത് ഭരണഘടന ഓരോ ഗോത്രങ്ങൾക്കും സമ്പൂർണ്ണമായിട്ടുള്ള സ്വയംഭരണാവകാശം നൽകി എന്നുള്ളതാണ്. അതായത് അവരിത്രയും കാലം പിന്തുടർന്ന ആ ഗോത്ര നിയമങ്ങൾ അനുസരിച്ച് തന്നെ മുന്നോട്ടു പോകാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഓരോ ഗോത്രങ്ങൾക്കും നൽകപ്പെട്ടു എന്നുള്ളതാണ്. ഓരോ ഗോത്രവും ഇത്രയും കാലം എങ്ങനെയാണോ അവരുടെ അനുയായികളെ സംരക്ഷിച്ചത്, അതേ രൂപത്തിൽ ആ സംരക്ഷണം തുടരുക. അപ്പോൾ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽ ഒരു ഫുഖറ, ഒരു പാവപ്പെട്ട ആളുണ്ടെങ്കിൽ അയാളെ സംരക്ഷിക്കേണ്ടത്, അയാളെ സഹായിക്കേണ്ടതെല്ലാം ആ ഗോത്രത്തിൻ്റെ ബാധ്യതയാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗോത്രത്തിൽപ്പെട്ട ഒരാൾ ബോധപൂർവം അല്ലെങ്കിൽ അബദ്ധവശാൽ മറ്റൊരാളെ വധിച്ചു കഴിഞ്ഞാൽ വലിയൊരു തുക പ്രായശ്ചിത്തമായിട്ട് അല്ലെങ്കിൽ നഷ്ടപരിഹാരമായിട്ട് ദിയ നൽകേണ്ടതുണ്ട്. അതും ഗോത്രത്തിൻ്റെ ചുമതലയാണ്. അപ്പോൾ ഒരാൾ അബദ്ധത്തിലെല്ലാം വധിച്ചാൽ, ബോധപൂർവമല്ലാതെ അബദ്ധത്തിൽ വധിക്കുക, അതിന് ഖത്ലുൽ ഖത്ത് എന്നാണ് പറയുക, കൾപ്പബിൾ ഹോമോസൈഡ്, അല്ലെങ്കിൽ അബദ്ധത്തിൽ ഒരാൾ വധിക്കുക. അപ്പോൾ നമ്മുടെ കാലത്ത് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ ഡ്രൈവ് ചെയ്ത് പോകുന്ന സന്ദർഭത്തിൽ അബദ്ധത്തിൽ ഒരാളെ തട്ടി അയാൾ മരണപ്പെടുകയാണെങ്കിൽ ഭീമമായിട്ടുള്ളൊരു തുക അയാൾ ദിയ നൽകേണ്ടതുണ്ട്. അതായത് 100 ഒട്ടകത്തിന് തുല്യമായിട്ടുള്ളൊരു തുകയാണ്. അപ്പം അത്രയും വലിയൊരു തുക അത് അയാൾക്ക് ഒരുപക്ഷെ ഒറ്റയ്ക്ക് നൽകാൻ കഴിഞ്ഞോളന്നില്ല. അപ്പോൾ അതിന് അയാളെ ഗോത്രം സഹായിക്കേണ്ടതുണ്ട്. ഗോത്രത്തിനാണ് ഒരു ചുമതല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭരണഘടനയിലൂടെ നൽകിയത്. അതേപോലെ തന്നെ ആ ഗോത്രത്തിൻ്റെ അധീനതയിൽ വരുന്ന കുറ്റവാളികളും യുദ്ധത്തടവുകാരായിട്ടുള്ള ആളുകൾ അവരെ നല്ല രൂപത്തിൽ പരിചരിക്കുക, അല്ലെങ്കിൽ അവർക്കിടയിൽ നീതിയോടെയുള്ള പെരുമാറ്റം, അതെല്ലാം ഭരണഘടന കൃത്യമായിട്ട് ഓരോ ഗോത്രങ്ങളോട് നിഷ്കർഷിക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സാമ്പത്തിക രംഗത്ത് ആ സാമ്പത്തിക ബാധ്യത അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ എന്നുള്ളത്, അല്ലെങ്കിൽ വെൽഫെയർ സിസ്റ്റം എന്നുള്ളത്, അത് ലോക്കലായിട്ടാണ് ഭരണഘടന നിലനിർത്തുന്നത്. അതായത് അത് ആ ഗോത്രത്തിൻ്റെ ബാധ്യതയാണ്. ഒരേ സന്ദർഭത്തിൽ ആ ഗോത്രത്തിന് സമ്പൂർണമായിട്ടുള്ള സ്വയംഭരണാവകാശം നൽകി അതേ സന്ദർഭത്തിൽ ആ ഗോത്ര വ്യവസ്ഥതയുടെ എല്ലാ രൂപത്തിലുള്ള തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ കുടിലതകളും തച്ചുടക്കുകയും ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇനി അത് മുസ്ലിങ്ങളുടെ കാര്യത്തിൽ മാത്രമല്ല, മറുവശത്ത് ജൂതന്മാരുടെ കാര്യത്തിലും സാമ്പത്തിക രംഗത്ത് അതേ ക്ലോസ് ഭരണഘടനയിൽ കാണാൻ സാധിക്കും. അതായത് ഓരോ ജൂതഗോത്രങ്ങളും 9ഓളം ജൂതഗോത്രങ്ങളെ ആ ഭരണഘടന പേരെടുത്ത് പറയുന്നുണ്ട്. ബനു ജഷം, അതേപോലെ തന്നെ ബനു സഅലബ, ബനു ശുതൈബ, ബനു ജഫ്ന, ഇതേ രൂപത്തിലുള്ള ജൂതഗോത്രങ്ങളെ ഓരോന്നായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ആ പേരെടുത്ത് പറഞ്ഞതിന് ശേഷം നേരത്തെ മുസ്ലിങ്ങളോട് പറയപ്പെട്ടതുപോലെ തന്നെ ആ ജൂതഗോത്രങ്ങൾക്കിടയിലുള്ള പാവങ്ങളെ സംരക്ഷിക്കൽ അല്ലെങ്കിൽ അവരെ പരിചരിക്കൽ ഗോത്രത്തിൻ്റെ ബാധ്യതയാണ്. അതേപോലെ തന്നെ അവർക്കിടയിലുള്ള പ്രശ്നങ്ങൾ അതെല്ലാം അവരുടെ മതവിധി അനുസരിച്ച് അവരുടെ മത നേതാക്കളാണ് അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അതായത് മുസ്ലിങ്ങളുടെ ശരീഅത്തല്ല ജൂതന്മാർക്കുള്ളത്. അപ്പം അവരുടെ മതനിയമം അനുസരിച്ച് അവർക്കിടയിലുള്ള മത നേതാക്കളാണ് അതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രായശ്ചിത്ത തുക അല്ലെങ്കിൽ മോചന ദ്രവ്യം, അതായത് ദിയയും ഫിദിയെല്ലാം നൽകാനുള്ള ബാധ്യതയും ആ ഗോത്രത്തിൽ അർപ്പിതാണ്. പക്ഷെ അതേ സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് മനസ്സിലാക്കുക, അത് ജൂതന്മാർക്കിടയിൽ, അതായത് അവരുടെ ഇന്റേണൽ ഇഷ്യൂ ആ രൂപത്തിലാണ് പരിഹരിക്കപ്പെടുക. അതേ സന്ദർഭത്തിൽ ആ പ്രശ്നം മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലാണെങ്കിൽ ആ സന്ദർഭത്തിൽ അതിൽ സ്റ്റേറ്റ് ഇടപെടും എന്നുള്ള ഒരർത്ഥത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ആ നിയമ വ്യവസ്ഥ അതൊരു സെമി ഇൻഡിപെൻഡൻ്റ് ആ രൂപത്തിലാണ് ആ ഭരണഘടനയിൽ കാണാൻ സാധിക്കുക.
അത് അത്ഭുതം എന്താ വെച്ചാൽ ഈ ഒരു മനോഹരമായിട്ടുള്ള ഒരു സിസ്റ്റം പിൻകാലഘട്ടത്തും അത് ഇസ്ലാമിക ലോകത്ത് തുടർന്നായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഒട്ടോമൻ ഖലീഫ ഉസ്മാനി ഖിലാഫത്തിൻ്റെ കാലത്ത് ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും കൂടുതൽ കാലം ഇസ്ലാമിക ഖിലാഫത്ത് അവരുടെ കയ്യിലായിരുന്നു, തുർക്കികളുടെ കയ്യിലായിരുന്നു. ഏകദേശം AD 1300 മുതൽ 1923 വരെ ഏകദേശം 620-ലധികം വർഷത്തോളം മുസ്ലിം കാലിഫേറ്റ് തുർക്കികളുടെ കയ്യിലായിരുന്നു. അവർ ഭരിക്കുന്ന സന്ദർഭത്തിലും ആ ഉസ്മാനി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തുണ്ടായിരുന്ന മില്ലറ്റ് സിസ്റ്റം പ്രസിദ്ധമാണ്. അതായത് ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ തന്നെ മറ്റുള്ള മതക്കാർക്ക് സ്വതന്ത്രമായി അവരുടെ മതമനുസരിച്ച് ജീവിക്കാനും അതേപോലെ തന്നെ ആ മതനിയമം പിൻപറ്റാനും അതനുസരിച്ച് വിധിക്കാനുള്ള സമ്പൂർണ്ണ സ്വാതന്ത്ര്യം മുസ്ലിം ഭരണകൂടം അവർക്ക് നൽകിയിരുന്നു. അതാണ് മില്ലറ്റ് സിസ്റ്റം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ആ ഒരു സിസ്റ്റം, അതായത് ജൂതന്മാർക്ക് അവരുടേതായിട്ടുള്ള കോടതികൾ, അതേപോലെ തന്നെ ക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കോടതികൾ, അവരുടെ പുരോഹിതന്മാർ അവരുടെ മത നിയമം അനുസരിച്ചായിരുന്നു അക്കാലഘട്ടത്തിലെല്ലാം വിധിച്ചിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഉസ്മാനി ഖിലാഫത്തിൻ്റെ കാലഘട്ടത്തിൽ നിരവധി സംഭവങ്ങൾ അവരുടെ കോടതി ഉണ്ടായിട്ട് പോലും പല ആളുകളും മുസ്ലിം കോടതികളെ നീതിക്ക് വേണ്ടി സമീപിച്ച ചരിത്രമെല്ലാം കാണാൻ സാധിക്കുമെന്നുള്ള. അത് പിന്നീട് മുഗളന്മാരുടെ കാര്യത്ത് ഇന്ത്യയിലും അതേ സിസ്റ്റം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഭരണഘടന പോലും ആ രൂപത്തിലാണ് വികസിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കത്തിൽ ആഭ്യന്തര കാര്യങ്ങളിലുള്ള സാമ്പത്തിക ബാധ്യത അത് ഗോത്രങ്ങളിലേക്കാണ്, അതായത് ഗോത്രങ്ങൾക്കായിരുന്നു അതിൻ്റെ ചുമതല. അതേ സന്ദർഭത്തിൽ ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ, എക്സെപ്ഷൻ നമുക്ക് അടുത്ത ക്ലോസിൽ വായിക്കാൻ സാധിക്കും. അടുത്ത ക്ലോസ് നമ്മൾ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ തൊട്ടുമുമ്പ് നമ്മൾ കണ്ടു ആഭ്യന്തര കാര്യങ്ങളിലുള്ള സാമ്പത്തിക ബാധ്യത അത് ലോക്കലാണ്, അവിടെയുള്ള ഗോത്രങ്ങളിൽ അർപ്പിതാണ്. അതേ സന്ദർഭത്തിൽ പുറത്തുനിന്ന് ഏതെങ്കിലും ഒരു ശത്രു മദീനയാകുന്ന രാഷ്ട്രത്തെ ആക്രമിക്കാൻ വേണ്ടി വന്നാൽ ആ ഒരു സന്ദർഭത്തിൽ എല്ലാം മറന്ന് മദീനയെ സംരക്ഷിക്കാൻ വേണ്ടി മുഴുവൻ ആളുകളും ഒരുമിച്ച് നിൽക്കും. അതാണ് ഈ ഒരു ക്ലോസ് പറയുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ജൂതന്മാരും മുസ്ലിങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ആ ശത്രുവിനെതിരെ പോരാടാനുള്ള സാമ്പത്തിക ബാധ്യതയും അവർ ഒരുമിച്ച് വഹിക്കും എന്നുള്ള പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ജൂതന്മാർ അവരുടെ യുദ്ധച്ചെലവിൻ്റെ ഒരു ഭാഗം നൽകണം, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ യുദ്ധച്ചെലവിൻ്റെ ഒരു ഭാഗം നൽകണം. അപ്പോൾ ഈ സാമ്പത്തിക ബാധ്യത ആ ഒരു സന്ദർഭത്തിൽ ഒരുമിച്ച് പങ്കിട്ടെടുത്ത് മദീന എന്നുള്ള രാഷ്ട്രത്തെ ആ പുറത്തുനിന്നുള്ള ആ ശത്രുവിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഒരുമിച്ച് പൊരുതും. അതാണ് അടുത്ത ക്ലോസ്. ഇപ്പോൾ എക്സ്റ്റേണൽ എനിമിക്കെതിരെ, പുറത്തുനിന്ന് വരുന്ന ശത്രുവിനെതിരെ മ്യൂച്വലായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു പ്രധാനപ്പെട്ട ഈ കരാറിൽ കടന്നു വരുന്ന ഒരു ഭാഗം, അല്ലെങ്കിൽ ഈ ഒരു ക്ലോസ് അത് ഒന്നിലധികം തവണ ജൂതന്മാർ ലംഘിക്കുന്നതായിട്ട് മുന്നോട്ടുള്ള ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പ്രത്യേകമായിട്ട് ഇത് ഓർത്തു വെക്കുക. നമുക്കറിയാം ബനു ഖുറൈലയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് കടന്നു വരുന്ന സംഭവത്തിലും അതേപോലെ തന്നെ അഹ്സാബ് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ആ സന്ദർഭത്തിലെല്ലാം ഈ ഒരു കരാറിന് അവർ പച്ചയായിട്ട് അവർ ലംഘിക്കുന്നുണ്ട്. അതാണ് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന ആ ഒരു ക്ലോസ്. പിന്നീട് അടുത്തതായിട്ട് നന്മയും തിന്മയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന കരാറിൻ്റെ അടുത്ത ഭാഗം, അതിൽ വിശ്വാസികളായിട്ടുള്ള ആളുകൾ അവർ മദീനയിലുള്ള എല്ലാ നന്മയിലും അവർ പരസ്പരം സഹകരിക്കും എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്, വിശ്വാസികളോടുള്ള കൽപ്പന. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയുടെ 2-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായിട്ട് വതആവനു അലൽ ബിർരി വത്തഖ്വ, നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹകരിക്കുക എന്നുള്ള. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജാതിയോ മുസ്ലിങ്ങളോട് സഹകരിക്കുക എന്ന് പറഞ്ഞില്ല. അതായത് നന്മ എവിടെയുണ്ടോ അത് ഏത് ജാതിക്കാർ ചെയ്താലും സമൂഹത്തിലുള്ള എല്ലാ നന്മയിലും വിശ്വാസികളെ സഹകരിക്കുക എന്നുള്ള. ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ ഓപ്പോസിറ്റും പറഞ്ഞു, വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, നിങ്ങൾ പാപത്തിൻ്റെ കാര്യത്തിലും അതിക്രമത്തിൻ്റെ കാര്യത്തിലും ഒരു രൂപത്തിൽ നിങ്ങൾ സഹകരിക്കരുത് എന്നുള്ളതാണ്. അതിൽ ഒരു പരസ്പര സഹകരണവും ഇല്ല എന്നുള്ള. ഈ ആയത്തിന് അതേ രൂപത്തിൽ, അല്ലെങ്കിൽ ഈ ആയത്തിന് വരുന്ന അതേ ആശയം കടമെടുത്തുകൊണ്ട് തന്നെ അടുത്തായിട്ട് ഭരണഘടനയിൽ കടന്നു വരുന്ന അടുത്ത ക്ലോസ് 13-ാമത്തെ ഖണ്ഡികയിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. മദീനയിലുള്ള വിദ്വേഷം, അതേപോലെ തന്നെ അഴിമതി, അനീതി, പാപങ്ങൾ, ഇതേ രൂപത്തിലുള്ള എല്ലാ അനീതികൾക്കെതിരെയും നമ്മൾ ഒരുമിച്ച് നിലകൊള്ളും എന്നുള്ള. അനീതികൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിലകൊള്ളും, ഒരു കാരണവശാലും അനീതിയെ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ആരനീതി ചെയ്താലും മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ വളരെ കൃത്യമായിട്ട് ആ ഒരു കരാറിൽ എഴുതപ്പെട്ടു, വലൗകാന വലദ അഹദിക്കും, അതിൽ പങ്കാളിയാകുന്നത് നിങ്ങളുടെ സന്താനങ്ങളിൽപ്പെട്ട ഒരാളാണെങ്കിൽ പോലും അതിൽ സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരാളെ, പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയുടെ മകൻ അനീതി ചെയ്താൽ പോലും ഒരു കാരണവശാലും അത് സപ്പോർട്ട് ചെയ്യില്ല എന്നൊരു പ്രത്യേകമായിട്ട് അതിൽ കാണാൻ സാധിക്കും. വിശ്വാസിയായിട്ടുള്ള ഒരാൾ, ഏതെങ്കിലും
ഒരു അക്രമിയെ സഹായിക്കുന്നതോ അല്ലെങ്കിൽ അവന് അഭയം നൽകുന്നതോ അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് അവനെ സംരക്ഷിക്കുന്നതോ അല്ലെങ്കിൽ അവന് സഹായം നൽകുന്നതോ അത്തരത്തിലൊരു നടപടി ഒരു വിശ്വാസിയിൽ നിന്നുണ്ടായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപവും ശാപവും അന്ത്യനാൾ വരെ അവൻ്റെ മീതെ വർഷിക്കും എന്നുള്ള സുബ്ഹാനല്ലാഹ്. എത്ര ശക്തമായിട്ട് രൂപത്തിലാണ് അത് എഴുതപ്പെട്ടത്. അപ്പം നീതിക്ക് വേണ്ടി ശക്തമായിട്ട് ഞങ്ങൾ നിലകൊള്ളും എന്നുള്ള അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് കൽപ്പിച്ചതുകൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനു കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി ശുഹദാ ലില്ലാഹി വലൗ അലാ അൻഫുസികും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. വിശ്വാസികളെ, നിങ്ങൾ നീതിക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതായത് കണിശമായിട്ട് നിങ്ങൾ നീതി നിർവഹിക്കുന്നവരായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയാണ്. അപ്പം ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേവലം എഴുത് മാത്രമല്ല, റസൂലുള്ളാഹി ജീവിതത്തിൽ അതൊരു മാതൃകയാണ്. പിൻകാലഘട്ടത്തിൽ നമ്മൾ സീറ പരിശോധിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട ഒരു കുലീനായിട്ടുള്ള ഒരു തറവാട്ടിൽപ്പെട്ട ഒരാൾ ഒരു മോഷണ കേസിൽ അയാൾ അകത്തായ സന്ദർഭത്തിൽ അയാൾക്കെതിരെ റെക്കമെൻഡേഷന് വേണ്ടി ചില ആളുകൾ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വരുന്നുണ്ടോ, പ്രവാചകരെ പ്രധാനപ്പെട്ട കുടുംബത്തിലെ അംഗാണ്, അയാൾക്കെതിരെ എങ്ങനെയാണ് ശിക്ഷ നടപ്പിലാക്കുക. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്യമായിട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആരനീതി ചെയ്താലും അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും. റസൂലുള്ളാഹി പറയുന്നുണ്ട്, എൻ്റെ മകൾ എൻ്റെ കരളിൻ്റെ കഷ്ണമായിട്ടുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ അവൾ കട്ടാൽ പോലും അവളുടെ കൈ ഞാൻ ഛേദിക്കുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. സുബ്ഹാനല്ലാഹ്. ഒരർത്ഥത്തിലും അനീതിക്കെതിരെ നിലനിൽക്കുന്ന ആളുകൾ ഒരർത്ഥത്തിലും സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഈ ഒരു നിയമം മറ്റൊരു മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു നിയമം പുതിയതല്ല. ഇതിൻ്റെ വേരുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതേ രൂപത്തിലുള്ള ഒരു കരാറ് മക്കി കാലഘട്ടത്തിലും റസൂലുള്ളാഹിന്റെ നുബുവത്തിന് മുമ്പ് ഹെൽഫുൽ ഫുദൂർ എന്ന പേരിൽ അവർ രചിക്കപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ ഒരു ഭാഗത്ത് സുദീർഘമായിട്ട് വിശദീകരിച്ചതാണ്. ഹെൽഫുൽ ഫുദൂരിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളടക്കവും സമാനമായിരുന്നു. ആരെങ്കിലും ഒരാൾ അനീതി ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ എത്ര വലിയ തറവാട്ടുകാരനാകട്ടെ, എത്ര വലിയ കുടുംബക്കാരനാകട്ടെ, എത്ര വലിയ പ്രമാണിയാണെങ്കിലും ആ അനീതിക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കും. അതായിരുന്നു അതിൻ്റെ ആശയം. അതേ രൂപത്തിലുള്ള ഒരു കരാറാണ് ഈ ഒരു സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ രചിക്കപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. ഒരർത്ഥത്തിലും അനീതി അത് സപ്പോർട്ട് ചെയ്യില്ല. അതാണ് ഈ ഒരു ക്ലോസിൽ കടന്നു വരുന്നത്. പിന്നീട് വിശ്വാസികളായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്ലോസ് അതിൽ പറയുന്നത്, മുസ്ലിങ്ങളായിട്ടുള്ള എല്ലാ ആളുകളും അവർ സ്വന്തത്തെ പോലെ തന്നെ അന്യരായിട്ടുള്ള തങ്ങളുടെ കൂട്ടുകാരോടും അതേപോലെ തന്നെ സഹോദരങ്ങളോടും അവർ പെരുമാറേണ്ടതാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ മുഴുവൻ അവർ ഏക സഹോദരങ്ങളാണ്. അവർ പരസ്പരം സംരക്ഷിക്കേണ്ടവരാണ്. ഒരു കാരണവശാലും ഒരു വിശ്വാസിക്കെതിരെ മറ്റൊരാൾ ആയുധമെടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ വിശ്വാസികളായിട്ടുള്ള ആളുകളെ അവർ ഉപദ്രവിക്കാൻ പാടില്ല, അവർ വധിക്കാൻ പാടില്ല. പ്രത്യേകമായിട്ട് കരാറിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേവലം ആ ഒരു കരാറിൽ എഴുതുക മാത്രമല്ല, പരസ്പരം അവരുടെ ആ സ്നേഹം ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിലുള്ള എത്രയെത്ര കൽപ്പനകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിൽ നൽകിയത്. ആ കൽപ്പനകളെല്ലാം അത് അതേ രൂപത്തിൽ പാലിക്കപ്പെട്ടതുകൊണ്ടാണ് അവർ ഖൈർ ഉമ്മത്തായിട്ട് മാറിയത്. അത് പാലിക്കപ്പെടാത്തത് കൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലായി മാറാനുള്ള കാരണം. ഇപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വന്ന ഉടനെ തന്നെ പ്രഥമമായിട്ട് നടത്തിയ സംഭാഷണം നേരത്തെ നമ്മൾ വിശദീകരിച്ചിരുന്നു. അഫ്ഷു സലാം, നിങ്ങൾക്കിടയിൽ സലാം വ്യാപിപ്പിക്കുക, അതേപോലെ തന്നെ അത്അമു ത്വആം, നിങ്ങൾ ഭക്ഷണം നൽകുക, അതേ രൂപത്തിലുള്ള കൽപ്പനകൾ പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി അങ്ങോട്ട് കയറി വരുന്നത്. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളെ സംബന്ധിച്ച് വിശ്വാസികൾ മുഴുവൻ ഒരു ശരീരം പോലെയാണ്. ജസദിൻ വാഹിദ്, ഒരു ശരീരം പോലെയാണ്. അതേപോലെ തന്നെ നിങ്ങൾ സ്വന്തം ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാകില്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചതാണ്. അതേപോലെ തന്നെ ഏതൊരു മുസ്ലിമിൻ്റെ നാവിൽ നിന്നും കൈകളിൽ നിന്നും മറ്റുള്ള ആളുകൾ സുരക്ഷിതനാകുന്നു, അവനാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അപ്പോൾ നാവിൽ നിന്നും കയ്യിൽ നിന്നും പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി പറയാണ്, നാവിൽ നിന്ന്, അതായത് ഒരു മുസ്ലിമിനെ മറ്റൊരാൾ വാക്കുകൊണ്ടോ അതേപോലെ തന്നെ അവൻ്റെ ശക്തി കൊണ്ട് കയ്യൂക്ക് കൊണ്ടോ ഒരിക്കലും ദ്രോഹിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നിരവധി ഇതേ രൂപത്തിലുള്ള കൽപ്പന സ്വഹീൽ ബുഖാരി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരു മുസ്ലിമിനെ മറ്റൊരു മുസ്ലിം സഹായിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചവനെ സഹായിക്കും എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ പ്രയാസം അകറ്റാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയാണെങ്കിൽ അന്ത്യനാളിൽ, അതായത് ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രയാസം അകറ്റുന്നതാണ്. ഏതെങ്കിലും ഒരു മുസ്ലിമിൻ്റെ സ്വകാര്യം നിങ്ങൾ മറച്ചു വെച്ചാൽ അന്ത്യനാളിൽ അവൻ്റെ സ്വകാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ആ രൂപത്തിലുള്ള കൽപ്പനകൾ അത് അതേ രൂപത്തിൽ ആ ഒരു സമൂഹം പിൻപറ്റുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർ ഖൈർ ഉമ്മത്തായിട്ട് മാറിയത്.
അത് മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, പ്രത്യേകമായിട്ട് കരാറിൽ പറയുന്നുണ്ട്, ഈ കരാറിൽ ഒപ്പുവെച്ച ജൂതന്മാർക്കിടയിലും ആ ജൂതന്മാർക്ക് എല്ലാ സഹായവും നിങ്ങൾ നൽകേണ്ടതാണ്, അല്ലെങ്കിൽ അവർക്ക് സമത്വവും അതേ രൂപത്തിലുള്ള സഹകരണങ്ങളെല്ലാം വിശ്വാസികളായിട്ടുള്ള ആളുകൾ നൽകാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണമെന്ന് ആ കരാറ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. ഒരു സമൂഹമാകുന്ന സന്ദർഭത്തിൽ അവിടെ മുസ്ലിങ്ങൾ മാത്രമല്ല, സമൂഹവുമായിട്ട് ബന്ധപ്പെട്ട നിരവധി നിർദ്ദേശങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നുണ്ട്. ഇപ്പോൾ പ്രസിദ്ധമായിട്ട് കടന്നു വരുന്ന ഹദീസ് റസൂലുള്ള പറയുന്നുണ്ട്, ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യുഅ്മൻ ജാറഹു ബവാഇഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതായത് ഒരാളുടെ ഉപദ്രവത്തിൽ നിന്നും അയാളുടെ അയൽവാസികൾ സുരക്ഷിതനാകുന്നത് വരെ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്നുള്ള. അതേപോലെ തന്നെ റസൂലുള്ള 3 തവണ കൃത്യമായിട്ട് പറഞ്ഞു, ഒരാൾ വിശ്വാസിയാവില്ല അയൽവാസി പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ വയറ് നിറയെ ഭക്ഷിക്കുന്നവൻ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നുള്ള. നിങ്ങൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അതിൽ കറിയിൽ വെള്ളം ചേർത്തെങ്കിലും അയൽവാസികൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അവിടെയെല്ലാം അത് എത്രത്തോളം എന്ന് വെച്ചാൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അയൽവാസികളോടുള്ള ബാധ്യത പറഞ്ഞ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, ഇനി അനന്തരാവകാശ സ്വത്തിൽ പോലും അവർക്ക് എന്തെങ്കിലും നീക്കി വെക്കേണ്ടി വരും എന്ന്, അല്ലെങ്കിൽ നീക്കി വെക്കണമെന്ന് ജിബ്രീൽ എങ്ങാനും പറയുമോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. ആ രൂപത്തിലാണ് അയൽവാസികളോടുള്ള ബാധ്യത പറഞ്ഞത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആരായിരുന്നു അയൽവാസികൾ? മദീനയിൽ അവിടെ ഒന്നും ഇത്തരത്തിലുള്ള ഹദീസുകളിലൊന്നും റസൂലുള്ളാഹി ജാതി പറയുന്നില്ല. കാരണം പല സന്ദർഭത്തിലും പല ആളുകളുടെയും അയൽവാസികൾ ജൂതന്മാരായിട്ടുള്ള ആളുകളായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അയൽവാസികൾ, അവിടെ ജാതി പറയുന്നില്ല. അപ്പോൾ ഈ രൂപത്തിൽ ആ സമൂഹത്തിലുള്ള ആളുകൾ, ആ സമൂഹത്തിൽ എല്ലാ അർത്ഥത്തിലും സമാധാനത്തിന് ആ തടസ്സം സൃഷ്ടിക്കുന്ന യാതൊരു രൂപത്തിലുള്ളതും അവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടില്ല. അതേ രൂപത്തിൽ പരസ്പര സഹകരണം എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയാണ്. അതിനു വേണ്ട നിർദ്ദേശങ്ങളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതായിട്ട് കാണാൻ സാധിക്കും. അത് റസൂലുള്ളാഹി കേവലം ഉപദേശിക്കുക മാത്രം, റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിൻകാലഘട്ടത്തിൽ ഒരു ജൂതൻ മരണപ്പെട്ട് അദ്ദേഹത്തിന്റെ മയ്യത്തുമായിട്ട് നടന്നു പോകുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഉടനെ തന്നെ അവിടെയുള്ള മുസ്ലിങ്ങൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകർ അതൊരു ജൂതന്റെ മയ്യത്തല്ല. ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ തിരിച്ചുള്ള ചോദ്യം, ജൂതൻ ഒരു മനുഷ്യനല്ലേ എന്നുള്ള. സുബ്ഹാനല്ലാഹ്, ആ രൂപത്തിലുള്ള മാതൃകയാണ് അത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ഹിജറ ചെയ്ത് വന്ന ഉടനെ തന്നെ എല്ലാ അർത്ഥത്തിലും ജൂതന്മാരുമായിട്ട് അങ്ങേയറ്റം നല്ലൊരു ബന്ധം വെച്ച് പുലർത്താൻ വേണ്ടി റസൂലുള്ളാഹി പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഒന്നാമതായിട്ട് അവർ ഏകദൈവ വിശ്വാസികളാണ്, അവർ വേദഗ്രന്ഥത്തിൻ്റെ അനുയായികളാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടക്കത്തിൽ മദീനൻ കാലഘട്ടത്തിൻ്റെ ആരംഭത്തിൽ ജൂതന്മാർ അവർ വ്രതം അനുഷ്ഠിക്കുന്ന അതേ ദിനത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. അവരുടെ അതേ കേന്ദ്രമായിരുന്നു മുസ്ലിങ്ങളുടെ ആദ്യത്തെ ഖിബ്ല. ചിന്തിച്ചു നോക്കുക, 10, 16, 17 മാസത്തോളം അതേ ഖിബ്ലയാണ് മുസ്ലിങ്ങൾ ഫോളോ ചെയ്ത്. അതെല്ലാം യഥാർത്ഥത്തിൽ അതിലൂടെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ബോധ്യപ്പെടുത്തിയത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുതിയൊരു ആദർശവുമായിട്ടല്ല കടന്നു വരുന്നത്, മറിച്ച് നിങ്ങളെല്ലാം വിശ്വസിക്കപ്പെടുന്ന അംഗീകരിക്കപ്പെടുന്ന ആ പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വന്നിട്ടുള്ളതെന്നുള്ള യാഥാർത്ഥ്യം അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആ രൂപത്തിലാണ് തുടക്കത്തിൽ നൽകപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കുക. സുബ്ഹാനല്ലാഹ്, എല്ലാ അർത്ഥത്തിലും ആ രൂപത്തിലുള്ള നന്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന രൂപത്തിലുള്ള അതേ രൂപത്തിലുള്ള ഖണ്ഡികകളും ആ കരാറിൽ കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. പിന്നീട് ആ കരാറിൽ കടന്നു വരുന്ന മറ്റൊരു ക്ലോസ്, അത് പ്രധാനമായിട്ടും മദീനയിലുള്ള ബഹുദൈവാരാധകരുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞു, റസൂലുള്ളാഹി ഹിജറ ചെയ്ത് എത്തിയ ഉടനെ തന്നെ ആ ഒരു സന്ദർഭത്തിൽ മദീനയിൽ ഒരല്പം ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ ലഅനഹുല്ലാഹ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ചില ആളുകൾ അവരതേ രൂപത്തിൽ തന്നെ തുടർന്നു. പിന്നീട് ബദർ യുദ്ധത്തിന് ശേഷം, ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾ വിജയിച്ചതോടുകൂടെ ഒരർത്ഥത്തിലും അവിടെ നിലനിൽപ്പില്ലെന്ന് മനസ്സിലാക്കിയതോടുകൂടെ ഈ ആളുകൾ അവരകത്ത് ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് തന്നെ പുറമേക്ക് അവർ ഇസ്ലാം സ്വീകരിക്കുകയാണ്. അവരാണ് പിന്നീട് മുനാഫിഖുകൾ എന്നുള്ള പേരിൽ ഒരു കക്ഷിയായിട്ട് ഉയർന്നു വരുന്നത്. അവർ അവസരം കിട്ടുന്ന സന്ദർഭത്തിൽ എല്ലാ മുസ്ലിങ്ങളെ എല്ലാ അർത്ഥത്തിലും ഉപദ്രവിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കക്ഷികൾ, അതായത് ഈ മുനാഫിഖുകളായിട്ട് അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് കരാറിൽ കടന്നു വരുന്ന ഒരു ഭാഗം മക്കാ മുശ്രിക്കുകളെ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ആളുകളെ ഒരു കാരണവശാലും സഹായിക്കാൻ പാടില്ല. അതാണ് കരാറിലെ മറ്റൊരു ഭാഗം. അത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മദീനയിലുള്ള ബഹുദൈവാരാധകരായിട്ടുള്ള ആളുകൾ, അവർ മക്കാ മുശ്രിക്കുകൾ, അവർ രണ്ടാളുകളും ഒരേ തൂവൽ പക്ഷികളാണ്. അപ്പം അതുകൊണ്ട് തന്നെ മക്കാ മുശ്രിക്കുകൾ മദീനയിലുള്ള ബഹുദൈവാരാധകരെ വെച്ചുകൊണ്ട് അവരെ മുസ്ലിങ്ങൾക്കെതിരെ ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഒരു സാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടക്കത്തിൽ തന്നെ കൊട്ടിയടക്കുകയാണ്. ഒരു കാരണവശാലും
മക്കാ മുശ്രിക്കുകളുമായിട്ട് അവരെ സഹായിക്കാനോ അവരോട് സഹകരിക്കാനോ പാടില്ല. ഈ ഒരു വിഷയത്തിൽ ന്യൂട്രലായിട്ട് നിങ്ങൾ നിലകൊള്ളുക. അതാണ് കരാറിൽ കടന്നു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടീഷൻ. ഇതാണ് ഈ ഒരു ചാർട്ടറിൽ 3 കക്ഷികളുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വരുന്ന നിരവധി ക്ലോസുകൾ. പിന്നീട് ഈ 3 കക്ഷികളെയും ഒരുപോലെ ബാധിക്കുന്നതായിട്ട് കടന്നു വരുന്ന ജനറലായിട്ടുള്ള നിരവധി ക്ലോസുകളുണ്ട്. നേരത്തെ ചിലത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പുറമേ നിന്ന് ഏതെങ്കിലും ഒരു ശത്രു വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ശത്രുവിനെ ചെറുക്കും. അതേപോലെ തന്നെ അനീതിക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിലകൊള്ളും, ആ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. അതെല്ലാം ഒരുപോലെ 3 കൂട്ടരെയും ഒരുപോലെ ബാധിക്കുന്നതായിട്ടുള്ള ചില ക്ലോസുകളാണ്. അതേപോലെ തന്നെ അതിൽ കടന്നു വരുന്ന മറ്റൊന്നാണ് ഈ ഒരു കരാറ് പ്രഖ്യാപനത്തോടുകൂടെ യത്രിബ് എന്നുള്ള ആ ഒരു പ്രദേശം അത് ഹറമായിട്ട് നമ്മൾ നിലനിർത്തും എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മൾ പറയാം ഹറം എന്നുള്ള മസ്ജിദുൽ ഹറാം എന്നുള്ള നമ്മൾ പറയാറുണ്ട്. ഹറാം എന്ന് വെച്ചാൽ നിഷിദ്ധം, ആ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ആ ഒരു പദം ഉപയോഗിക്കുന്നത്. അത് പറയാനുള്ള കാരണം പുറത്ത് അനുവദനീയമായിട്ടുള്ള പലതും പുറത്ത് ഹലാലായിട്ടുള്ള പലതും ആ ഒരു പരിധിയിൽ ആ ഒരു സ്ഥലത്തിൻ്റെ പവിത്രത കാരണം അവിടെ നിഷിദ്ധമായിട്ട് അവിടെ ഹറാമായിട്ട് പരിഗണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പ്രദേശത്തെ ഹറമെന്ന് വിളിക്കാനുള്ള കാരണം. ഇപ്പോൾ പുറത്ത് ഹലാലായിട്ടുള്ള വേട്ട, അതേപോലെ തന്നെ വധം, നമ്മൾ യുദ്ധ സന്ദർഭത്തിലെല്ലാം പരസ്പരം വധിക്കാറുണ്ട്. അതേപോലെ തന്നെ ആയുധം കയ്യിൽ വെക്കൽ, അല്ലെങ്കിൽ മരം മുറിക്കൽ, സസ്യങ്ങൾ നശിപ്പിക്കൽ, ഇതെല്ലാം ആ ഒരു പരിധിക്കപ്പുറം ഹലാലാണ്. ആ പരിധിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ അവിടെ അതെല്ലാം നിഷിദ്ധമായിട്ട് മാറുകയാണ്. ആ ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ആ ഒരു പരിധിയെ ഹറമായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിധിയും കൃത്യമായിട്ട് പറഞ്ഞു. ഹദീസുകൾ കാണാൻ സാധിക്കും. റസൂലുള്ളാഹി പറയുന്നുണ്ട്, അൽ മദീനത്തു ഹറമും മാ ബൈന ഖൈറിൻ വസൗർ, ഖൈറിനും സൗറിനും അടക്ക്. അതേപോലെ തന്നെ മറ്റൊരു ഹദീസിൽ മാ ബൈന ലാബത്തൈഹ, ഈ 4 പോയിന്റുകൾ ആ പരിധിയിൽ വരുന്ന സ്ഥലങ്ങൾ ഹറമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ട് ആ പരിധി നിർണ്ണയിച്ചു. ആ പരിധിക്കകത്ത് വരുന്ന സ്ഥലങ്ങൾ അവിടെ ഹറമായിട്ട് നിലനിർത്തും എന്നുള്ളതാണ്. അതാണ് ആ ഒരു കരാറിൽ പറയുന്ന മറ്റൊന്ന്. പിന്നീട് അവസാനമായിട്ട് ആ ചാർട്ടറിൻ്റെ അവസാനം പറയുന്നത്, ഇതിൽ ഒപ്പുവെച്ച ഈ കക്ഷികൾ, അതായത് ഇതിൽ ഒപ്പുവെച്ച എല്ലാ കക്ഷികൾക്കിടയിൽ എന്തെങ്കിലും ഒരു തർക്കമോ അഭിപ്രായ വ്യത്യാസമോ വന്നു കഴിഞ്ഞാൽ അത് അന്തിമ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്കും അള്ളാഹുവിൻ്റെ ദൂതനിലേക്കും വിടേണ്ടതാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കും അവസാനത്തെ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ ആ തീർപ്പ് കൽപ്പിക്കുന്ന ആൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് പറഞ്ഞുകൊണ്ടാണ് ആ കരാർ അവസാനിപ്പിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ ഈ ഒരു കരാറോടുകൂടെ മദീന എന്ന ആ റിപ്പബ്ലിക്കിൻ്റെ നായകനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. സുബ്ഹാനല്ലാഹ്. അവസാനമായിട്ട് ഒരു മദീനൻ ചാർട്ടറിനെ സംബന്ധിച്ച് ചില പാഠങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്നാമതായിട്ട് എത്ര മനോഹരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ആ ഒരു വൈവിധ്യങ്ങളെ മുഴുവൻ കോർത്തിണക്കിയത്. അവിടെയുള്ള മുഴുവൻ ആളുകൾക്ക്, ഇതര മതവിശ്വാസികൾക്കെല്ലാം അവരുടെ അവകാശങ്ങളും ആ സ്വാതന്ത്ര്യവുമെല്ലാം നൽകിക്കൊണ്ട് തന്നെ ആ ഒരു രാഷ്ട്രത്തിനകത്ത് ആ മുഴുവൻ വൈവിധ്യങ്ങളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാത്തു സൂക്ഷിക്കുകയാണ്. അത് ശത്രുക്കളായിട്ടുള്ള ആളുകൾ പോലും, റസൂലുള്ളാഹിനെ വിമർശന വിധേയമാക്കിയിട്ടുള്ള അവിശ്വാസികളായിട്ടുള്ള ചരിത്രകാരന്മാർ പോലും, വില്യം മൂറിനെ പോലെയുള്ള ആളുകൾ മദീനൻ ചാർട്ടറിനെ സംബന്ധിച്ച് അവർ സൂചിപ്പിച്ചത്, മുഹമ്മദിന് മുമ്പ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പും നിരവധി ഭരണകൂടങ്ങളും ഭരണകർത്താക്കളെല്ലാം ചരിത്രത്തിൽ നിലവിൽ വന്നിട്ടുണ്ട്. പക്ഷേ സ്വന്തം സഹചരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ കൃത്യമായിട്ടൊരു അവകാശ പത്രിക കൊണ്ടുവന്നത് ചരിത്രത്തിൽ മുഹമ്മദ് മാത്രമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഈ ഒരു ചാർട്ടറിനെ സംബന്ധിച്ച് അദ്ദേഹം സൂചിപ്പിച്ച വരികളാണ്. കാരണം എല്ലാ അർത്ഥത്തിലും ജൂതന്മാരായിട്ടുള്ള ആളുകൾക്ക് എല്ലാ അവകാശ സ്വാതന്ത്ര്യങ്ങളും നൽകിക്കൊണ്ടാണ് ആ ഒരു ചാർട്ടർ രചിച്ചതായിട്ട് കാണാൻ സാധിക്കുക. അപ്പോൾ മുസ്ലിങ്ങൾക്കെതിരെ ആൻറ്റി-സെമിറ്റിസം എല്ലാം ആരോപിക്കുന്ന ആളുകളെ ചിന്തിക്കേണ്ടത് ഈ ഒരു കരാറ് തന്നെ അതിനെല്ലാം ഖണ്ഡിക്കുന്നുണ്ട്. ഇപ്പോൾ ജൂതന്മാർക്ക് എല്ലാ അവകാശങ്ങളും നൽകിയിരുന്നു. പക്ഷേ അവർക്ക് നൽകപ്പെട്ട അവകാശങ്ങൾ ആ ഒരു കരാറ് പാലിച്ചുകൊണ്ട് അവർ അവിടെ ജീവിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ എല്ലാ നേട്ടത്തിൽ അവർക്കും ആ നേട്ടം അവർക്കും ലഭിക്കുമായിരുന്നു. വലിയൊരു സമൂഹമായിട്ട് അവർക്ക് ഉയരായിരുന്നു. പക്ഷേ ജൂതന്മാരായിട്ടുള്ള ആളുകൾ പല സന്ദർഭത്തിലും അവസരം കിട്ടുന്ന സന്ദർഭത്തിലെല്ലാം ആ കരാറിനെതിരായിട്ട് അവർ പ്രവർത്തിക്കുകയാണ്. അവർ പലതവണയായിട്ടത് ലംഘിക്കുകയാണ്. അതുകൊണ്ടാണ് അവർക്കെതിരെ പിന്നീട് ശക്തമായിട്ടുള്ള നടപടികൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കേണ്ടി വന്നത്. അവർ സഹകരിച്ച ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ, ഇപ്പോൾ മുസ്ലിം സ്പെയിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഇസ്ലാമിക് സ്പെയിനിൽ അവർ മുസ്ലിങ്ങളോടൊപ്പം ജൂതന്മാരുണ്ടായിരുന്നു. ആ ഒരു സന്ദർഭത്തിൽ അവർ സഹകരിച്ചു. അതുകൊണ്ട് തന്നെ ജൂത ചരിത്രകാരന്മാർ തന്നെ അവരുടെ സുവർണ കാലഘട്ടമായിട്ട്, അവരുടെ ഗോൾഡൻ ഏജ് ആയിട്ട് അവർ രേഖപ്പെടുത്തുന്നത്
ഇസ്ലാമിക് സ്പെയിനിൽ മുസ്ലിങ്ങളോടൊപ്പം അവർ നിന്ന സമയമാണ്. ആ ഒരു സന്ദർഭത്തിൽ അവർ സഹകരിച്ചു. അപ്പോൾ മുസ്ലിങ്ങളോടൊപ്പം അവർ സഹകരിച്ചിരുന്നെങ്കിൽ അതിൻ്റെ നേട്ടം അവർക്ക് തന്നെയായിരുന്നു. പക്ഷേ പല സന്ദർഭത്തിലും അവർ അത് ലംഘിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകൾ, ഇപ്പോൾ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ, അതായത് ഇസ്ലാമിൻ്റെ മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചും ഇതര മതവിഭാഗങ്ങളുമായിട്ടുള്ള സഹവർത്തിത്വത്തെ സംബന്ധിച്ചെല്ലാം ശക്തമായിട്ട് അതിനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ ചിന്തിക്കേണ്ടത്, ഈ വിമർശിക്കുന്ന ആളുകൾ അവരുടെ ചരിത്രം എന്താണ്? പാശ്ചാത്യ ലോകത്ത് നമുക്കറിയാം, പ്രൊട്ടസ്റ്റന്റ് കാത്തലിക് അവർക്കിടയിലുണ്ടായ പ്രശ്നങ്ങൾ, ചർച്ചിനെതിരെ ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിയാൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. ആദ്യമായിട്ട് നമുക്കറിയാം കോൺസ്റ്റന്റീൻ ചക്രവർത്തി അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിച്ച സന്ദർഭത്തിൽ, ആ ഒരു സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോട് വിയോജിക്കുന്ന മുഴുവൻ ആളുകളെയും അദ്ദേഹം വധിച്ച ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. 10,000-കണക്കിന് ആളുകളെ അദ്ദേഹം വധിച്ചു. മറ്റുള്ള ആളുകളെ, അദ്ദേഹവുമായിട്ട് വിയോജിക്കുന്ന ആളുകളെ മുഴുവൻ നാടുകടത്തിയ ചരിത്രമാണ്. അതേപോലെ തന്നെ കുരിശ് യുദ്ധങ്ങളുടെ ചരിത്രം. ഈ രൂപത്തിലുള്ള പാരമ്പര്യങ്ങളുള്ള ആളുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിട്ടുവീഴ്ചയും അതേപോലെ തന്നെ മതസ്വാതന്ത്ര്യത്തെ എല്ലാം ചോദ്യം ചെയ്യാൻ പറ്റും. എത്ര വലിയ വിരോധാഭാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റുള്ള മതവിഭാഗങ്ങളെ ഏത് രൂപത്തിലാണ് പരിഗണിച്ചതെന്ന് വളരെ കൃത്യമായിട്ട് ഈ ഒരു മദീനൻ ചാർട്ടർ നമുക്ക് മനോഹരമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു കരാറിലുള്ള മുഴുവൻ ആ കരാറിലെ നിബന്ധനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും അത് അവർ പാലിക്കപ്പെട്ടു. അതോടുകൂടെ ആ മദീന എന്നുള്ള ഒരു രാഷ്ട്രം അവിടെ പിറക്കുകയാണ്. പിന്നീടുള്ള ചരിത്രം ഇൻഷാ അല്ലാഹ്, തുടർന്നുള്ള മനോഹരമായിട്ടുള്ള ചരിത്രം, മദീനയിൽ പിന്നീട് സംഭവിക്കാൻ പോകുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം ഇൻഷാ അല്ലാഹ് തുടർന്ന് നമ്മൾ വിശദീകരിക്കുന്നതാണ്. പ്രധാനമായിട്ട് ഉണർത്താനുള്ളൊരു കാര്യം, ഇൻഷാ അല്ലാഹ് ഒരു സീറ നമ്മൾ ഇവിടെ പോസ് ചെയ്ത് വെക്കുകയാണ്. അൽഹംദുലില്ലാഹ് 50-ാമത്തെ ഒരു ഭാഗത്തോടു കൂടെ ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ റമദാന് ശേഷം സാഹചര്യങ്ങൾ അനുകൂലമാകുന്ന സന്ദർഭത്തിൽ റമദാന് ശേഷം ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ തുടരുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല, നമുക്കറിയാം പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രതിസന്ധിയിൽ നിന്നും ലോകത്തെ സംരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. അതേപോലെ തന്നെ കഴിയുന്നത്ര റമദാൻ, ഈ ഒരു റമദാൻ എല്ലാ അർത്ഥത്തിലും വലിയൊരു വെല്ലുവിളിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. കഴിയുന്നത്ര റമദാൻ അതിൽ ഇബാദത്തുകൾ അതേപോലെ തന്നെ കഴിയുന്നത്ര പ്രവൃത്തികൾ അധികരിപ്പിച്ചുകൊണ്ട് ഏറ്റവും നല്ല റമദാനാക്കി മാറ്റാൻ വേണ്ടി പറയുന്ന ഞാനും നിങ്ങളെല്ലാം ഒരുപോലെ പരിശ്രമിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.